ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഇടിച്ചക്ക തോരൻ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. പല രീതിയിൽ ഇടിച്ചക്ക തോരൻ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തി, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനൊരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊക്കെ നമുക്ക് ചെത്തി കളഞ്ഞെടുക്കാം. ചക്ക മുറിക്കുമ്പോൾ കയ്യിലും കത്തിയിലുമൊക്കെ എണ്ണ നന്നായിട്ട് തടവിയതിന് ശേഷം വേണം മുറിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ചക്കയുടെ അരക്ക് കത്തിയിലും കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ചെത്തിക്കളയാം. ചെത്തിക്കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ആവി കയറ്റിയാണ് എടുക്കുന്നത്. ഒരു ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. വെള്ളം ഒഴിച്ചിട്ടും വേവിച്ചെടുക്കാറുണ്ട്. കുക്കറിൽ വേണമെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. പക്ഷേ കുക്കറിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ബാക്കി വരും. അപ്പോൾ ചക്കയുടെ ഗുണങ്ങളൊക്കെ കുറച്ച് വെള്ളത്തിലും കൂടെ പോവും. സ്റ്റീം ചെയ്തെടുത്താൽ അങ്ങനെ ഗുണങ്ങളൊന്നും പോവില്ല. അപ്പോൾ നമ്മൾ ഒഴിച്ചു കറി പോലെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ആവി കയറ്റി എടുക്കുന്നതാണ് നല്ലത്. 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ട് ആവി കയറ്റി എടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അമ്മിക്കല്ലിലിട്ടിട്ട് ചെയ്യാം. കൈകൊണ്ട് ചെയ്താലും മതി. ഓരോന്നായിട്ട് പിച്ചി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. മിക്സിയിലിട്ടിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അരഞ്ഞു പോകാൻ പാടില്ല. ഞാനിപ്പം പെട്ടെന്ന് ഒന്ന് ചതച്ചെടുക്കുകയാണ്, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇടിച്ചെടുത്തപ്പോൾ മൊത്തത്തിൽ ഇത് ഒരു 3.5 കപ്പ് അളന്നെടുത്താലുള്ള ചക്കയുണ്ട്. 1 കപ്പ് 240 ml ആണ്. ഇനി നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ചക്ക അളന്ന അതേ കപ്പിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു വലിയ പച്ചമുളക്, എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 3 പച്ചമുളകൊക്കെ ഇടാം കേട്ടോ. ഇവിടെ ചെറിയ മോളുള്ളതുകൊണ്ട് എരിവ് കഴിക്കാത്തതുകൊണ്ടാണ് കുറച്ച് എരി ഇട്ടത്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 8-10 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 വലിയ വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ചേർക്കുന്നത് നല്ലതാണ്. ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് മാറിക്കിട്ടും. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അരിഞ്ഞു പോവരുത്. ഇതുപോലെ ആക്കി വയ്ക്കുക. ഇനി നമുക്ക് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടേസ്റ്റ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉഴുന്നുപരിപ്പ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് തോരന്. ഞാൻ ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം ഒന്ന് ബ്രൗൺ നിറം ആകുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ചക്കയിൽ നമ്മൾ നേരത്തെ ഉപ്പിടാതെയാണ് സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഉപ്പ് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കിടുക. നമുക്ക് ചക്ക അധികം വെന്ത് കിട്ടാനൊന്നുമില്ല. ഈ അരപ്പ് ഈ ചക്കയിൽ പിടിച്ചു വരണം. പിന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരെയും വേണം. ചെറുതായിട്ടൊന്ന് എണ്ണയിൽ മൂത്ത് വരുമ്പോഴാണ് തോരന് ടേസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 6-7 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രൗൺ നിറം വരണം കേട്ടോ. ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രൗൺ നിറം വന്ന് തുടങ്ങും. അപ്പം നമുക്കിതിലോട്ട് 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ്. നല്ല പോലെ ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക.
കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.